സോഷ്യൽ മീഡിയ കത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് ദിവ്യയും ക്രിസും. അവരുടെ കല്യാണമൊക്കെ ചർച്ച ചെയ്തത്. എന്താണ് അവരുടെ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? ക്രിസിനെ കുറിച്ച് ഞാൻ വായിച്ചു ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആളാണ്. ദിവ്യ ഇവർ രണ്ടും ആക്ടിങ് ചെയ്യാണ്. ക്രിസ് ചെയ്യാത്ത മേഖലയില്ല, പല മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ ഡോക്ടറേറ്റും കുറേ കാര്യങ്ങളുള്ള ആളാണ്, മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന. പിന്നെ ഇവരായിട്ട് കല്യാണം വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അനാർക്കലിൻ്റെ മാത്രമല്ല, അവർ വേറെ കല്യാണം കഴിച്ചപ്പോൾ അക്സെപ്റ്റ്. ഇപ്പോൾ പുതിയ ജനറേഷൻ വളരെ ബ്രോഡ് മൈൻഡറാണ്. ഈ പഴയ അമ്മമാർക്കാണ് ഇത് ഇപ്പോഴും പ്രശ്നം. അവരായിട്ട് ഒന്നിച്ച് ജീവിച്ചോട്ടെ. അവർ പറഞ്ഞിട്ട് അവർ സെക്സ്മെൻ്റ് ഒന്നല്ല, അവർ ഒരു എന്താ ലോൺലിനെസ് മാറ്റാൻ താങ്ങുന്നവരാൻ വേണ്ടി അവർ കല്യാണം കഴിച്ചു. അതിന് ബാക്കിയൊക്കെ എന്തോ ഇത് ലൈംഗികത്തിൽ അനുഭവിക്കുന്ന ആൾക്കാരുടെ ഫ്രസ്ട്രേഷനാണ് മലയാളികളുടെ. അത് ഫേസ്ബുക്കിലെ അമ്മമാർക്കായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ. അതായത് കമന്റിലാണ് ഏറ്റവും കൂടുതൽ. അവർ ഹാപ്പി ജീവിക്കട്ടെ. അവർ രണ്ടുപേരും പഴയ റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്തതാണ്. ഇപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കണം. അവർ മക്കൾക്കും കുഴപ്പമില്ല, അവർക്കും കുഴപ്പമില്ല. അവർക്കും അവരുടെ മക്കൾക്കും ഇല്ലാത്ത കുഴപ്പമാണ് നാട്ടുകാർക്ക്. ലാലേട്ടൻ പറയാറുണ്ട്, എനിക്കില്ലാത്ത കുഴപ്പമാണ് നാട്ടുകാർക്ക്. ഇത് മലയാളികളുടെ മാത്രം സ്വഭാവമാണ്. അവർ ഹാപ്പി ജീവിക്കട്ടെ. അവർ അങ്ങേര് വളരെ, ഞാൻ പിന്നെ അറിഞ്ഞത് ഭയങ്കര ക്വാളിഫൈഡ്, ഭയങ്കര വലിയ ആളാണ്. രണ്ടുപേരും ഹാപ്പി, അവർ ജീവിക്കട്ടെ. അവർ മക്കൾക്ക് കുഴപ്പമില്ലല്ലോ. എന്താ നാട്ടുകാർക്ക് മക്കൾ ഭയങ്കര സപ്പോർട്ട്. ഇപ്പോൾ പുതിയ ജനറേഷൻ പിള്ളേർ വളരെ ബ്രോഡ് മൈൻഡറാണ്. എനിക്കൊന്നും പറ്റില്ല. ഞാൻ പഴയ ജനറേഷൻ എനിക്ക് പറ്റില്ല. ഇവർ വളരെ ബ്രോഡ് മൈൻഡറാണ്. അവർക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാണ് എനിക്കത് മനസ്സിലാകാത്ത. എന്തായാലും ദിവ്യയാണ് ഭാഗ്യവതി. ബിക്കോസ് ഇങ്ങനെ ഇത്രയും ക്വാളിഫൈഡ് ആയ ഒരാളെ കിട്ടി. അവർ പഴയ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് രണ്ടുപേർക്കും. ഇന്ന് അവർ ഹാപ്പിയായി ജീവിക്കണം. അവർ മക്കളും കുഴപ്പമില്ല. പിന്നെ നാട്ടുകാരൊന്ന് വിഷമിക്കുന്നത്. ക്രിസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം അറിഞ്ഞത്, ദിവ്യ ഒരുപാട് ഒരു ട്രബിൾ റിലേഷൻഷിപ്പായി, ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ അതിന് മാറി വളരെ ഹാപ്പിയായി ജീവിക്കുന്നു. ക്രിസ്റ്റാണെങ്കിലും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നേരത്തെ റിലേഷൻഷിപ്പിൽ. അവർ ഹാപ്പിയായി ജീവിക്കട്ടെ. നാട്ടുകാർക്ക് എന്താ കുഴപ്പവും. അവരുടെ മക്കൾക്ക് ഇല്ലാത്ത ഞാൻ കണ്ടു. ഫേസ്ബുക്കിൽ ഭയങ്കര വൈറലായിട്ട് പോകുന്നതാണ്. ഒരുപാട് ക്രിറ്റിസിസം നേടുന്നുണ്ട്. പക്ഷേ ആ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ആവശ്യമില്ല. അത് ഇവിടുത്തെ കപട സദാചാര ബോധവും ലൈംഗിക ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. അവർ ഹാപ്പി ജീവിക്കട്ടെ. അവർ പറഞ്ഞാൽ അവർ കല്യാണം സെക്സിന് വേണ്ടിയൊന്നല്ല, ഒരു സപ്പോർട്ടിന് വേണ്ടി അവർ കല്യാണം ജീവിക്കണം. അവരുടെ മക്കൾക്കില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്തിനാണ്? ഇതിലെ വെറും കപട സദാചാരം, ഫോൾസ് ഹിപ്പോക്രസിയാണ് മലയാളികളുടെ. ഇത് കുറേ ഞരമ്പന്മാരുടെ അസുഖമാണ്, വേറൊന്നുമല്ല. ഇതിലാണ് ഇവർ യുണൈറ്റ് ചെയ്തത്. ക്രിസ്റ്റിനെ കുറിച്ച് ഞാൻ വേറെ വായിച്ചപ്പോൾ ഒരുപാട് ഹൈലി സൈക്കോളജിയിൽ PhD, പലരും PhD പല ഹൈലി ക്വാളിഫൈഡ് ആണ്, പല ലൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴാണ് ഇവരെ കുറിച്ച് അറിയുന്നത്. നന്നായി പോട്ടെ. അവർ ഹാപ്പിയായി ജീവിക്കട്ടെ. അവർ ഹാപ്പിയായി ജീവിക്കാൻ ഇവർക്ക് നാട്ടുകാർക്ക് പ്രശ്നം. ഇപ്പം ഇവർ പമ്പം വൈറലായപ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവർക്കൊന്നും ഇപ്പം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. അത് മാറിക്കോളും. നെഗറ്റീവ് പോസിറ്റീവ് മാറിക്കോളും. നെഗറ്റിവിറ്റി പോസിറ്റീവ് മാറിക്കോളും. കാരണം അവർ ജീവിച്ച് കാണിച്ചോളും. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. നല്ലൊരു ജീവിതം കിട്ടുമ്പോഴാണ് മറ്റുള്ളവർ അല്ലേ അവർക്ക് ആർക്കും അവരുടെ മക്കൾ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രായമൊക്കെ പറഞ്ഞപ്പോൾ പലരും തലയെ കൈവച്ച് പോയിട്ടുണ്ട്. കാരണം അത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. ശരി, അല്ല, അത് നരച്ച മുടിയാണ്. പുള്ളിയുടെ ഹെയർ കട്ടിൽ അങ്ങനെയാണ്. ഹൈലി ക്വാളിഫൈഡ് ആളാണ്. അത്ര ഏജ് ഗ്യാപ്പൊന്നും ഇല്ല. ഇത് ചിലപ്പോൾ പറയാം അപ്പനും മകൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു വരെ. ഈ നെഗറ്റീവ് ഇടുന്നത് എടുത്തിട്ടുള്ള അസൂയയും അതൊക്കെയാണ് മലയാളികളുടെ അസൂയ കാണിക്കുന്നത്. അവനൊന്നും പറ്റാത്തതാണ് ക്രിസ്തും ദിവ്യയും ചെയ്യുന്നത്.